വീഡിയോ കാര്യങ്ങളൊക്കെ ഇത്തിരി യുണീക്ക് അല്ലേ? നമുക്ക് ഇന്നൊരു യുണീക്ക് ഫോണിനെ കുറിച്ച് സംസാരിക്കാം. ദാറ്റ് ഇസ് നത്തിങ് ഫോൺ 2A. ഈ ഫോണിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ആദ്യമേ പറയണം, നിങ്ങളിപ്പോൾ വാല്യൂ ഫോർ മണി സ്മാർട്ട് ഫോൺ ആണ് നോക്കുന്നത്. ഇപ്പോൾ 25,000 to 26,000 റേഞ്ചിൽ നിങ്ങൾക്ക് ഒരു സ്പെക് ബമ്പർ, ഒരു സ്പെക് ബീസ്റ്റ് വേണമെന്ന് വെച്ചോ, നിങ്ങൾ ഈ ഫോണിൽ നോക്കണ്ട. പക്ഷേ ഈ ഫോൺ ഭയങ്കര യുണീക്ക് ഒരു പെർസ്പെക്റ്റീവ് ഉള്ളൊരു ഫോണാണ്. യുണീക്ക് എന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയുന്ന കാരണം ഇതിൻ്റെ സോഫ്റ്റ്വെയർ ഡിസൈനും എല്ലാ കാര്യത്തും കൊണ്ട് ഇത് ഭയങ്കരമായിട്ട് ബാക്കിയുള്ള കാറ്റഗറിയിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ട്. പക്ഷെ അതേ സെയിം ടൈം ഫണ്ടമെന്റൽസ് ലൈക്ക് ഡിസൈൻ, പെർഫോമൻസ്, ക്യാമറാസ് അതൊക്കെ ഈ പ്രൈസ് റേഞ്ചിനും അക്സെപ്റ്റബിളാണ്. അത് തന്നെ ഇവർ നത്തിങ് ഇൻറ്റൻറ്റ് ചെയ്തേക്കുന്നത് ഈ ഫോണിനെ കുറിച്ച്. ഡിസൈനിനെ കുറിച്ച് പറയുമ്പം ആദ്യമേ തന്നെ നമ്മൾ ഈ ഫോൺ കയ്യിലെടുത്ത് ഉപയോഗിക്കാൻ നടക്കും. നമുക്ക് ഒരു കാര്യം മനസ്സിലാവും, ഇത് അത്യാവശ്യം കനം കൂടിയ ഫോണാണ്. കനം കൂടിയെന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിറ്റ് ഉണ്ടെന്നല്ല, തിക്കാണ്. ഇപ്പം ഞാൻ മോട്ടോയും വിവോയും ഈ പ്രൈസ് റേഞ്ചിലേക്കുള്ള ടെസ്റ്റ് ചെയ്തിട്ട് ഇതെടുത്ത് വെക്കുമ്പം ഭയങ്കര കോർണറിൽ ഭയങ്കര ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് ഫോർവേഡ് സിമ്പിൾ ഡിസൈൻ ആയതിൻ്റെ അതെനിക്കിവിടെ പറയാനുള്ളത്. എടുക്കുമ്പോൾ നല്ലോണം വീതി ഉണ്ടെന്ന് തോന്നും, പക്ഷേ വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ പ്രോപ്പർലി മാനേജ്ഡ്. ഇതൊരു ഗ്ലാസ് പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞ കൺസ്ട്രക്ഷനാണ് വരുന്നത്. സോ ഇവിടെ മെറ്റൽ റിംഗ്സും കാര്യങ്ങളൊന്നും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യില്ല. ആൻഡ് ഓഫ് കോഴ്സ് ഇതിൻ്റെ ബാക്കിലുള്ള പ്ലാസ്റ്റിക് ട്രാൻസ്പെറൻറ്റ് ബാക്ക് തന്നെ ഈ ഫോൺ ഇച്ചിരി യൂണീക്ക് ആക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ IP54 റേറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ കീപ്പ് ഇൻ മൈൻഡ്, നിങ്ങൾക്ക് ഇച്ചിരി കൂടെ വാട്ടർ റെസിസ്റ്റൻസും ഈ ഡസ്റ്റ് പ്രൂഫും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. ഗ്ലിഫ് ഇൻ്റർഫേസിനെ കുറിച്ച് പറയാതെ ഇതിൻ്റെ ഡിസൈനിനെ കുറിച്ച് പറയുന്നത് കംപ്ലീറ്റ് അല്ലാതെ എനിക്കറിയാം. പക്ഷേ ഐ മെയ്ഡ് സെപ്പറേറ്റ് ആയിട്ടൊരു കാറ്റഗറി ആയിട്ട് എനിക്ക് ഗ്ലിഫിനെ കുറിച്ച് സംസാരിക്കണം. അതുകൊണ്ട് ഓൾ അറൗണ്ട് ഇതിൻ്റെ ഡിസൈൻ ഫിലോസഫി ഭയങ്കര എളുപ്പം നമുക്ക് മനസ്സിലാക്കാൻ തന്നെ. സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് അവർ ചിന്തിച്ചു, സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടില്ല, സിമ്പിളാക്കി എടുത്തു, മിനിമലാക്കി എടുത്തു. അതേസമയം നമുക്ക് കയ്യിലൊക്കെ പിടിക്കുമ്പോൾ ചെറിയൊരു പ്രീമിയം ഫീലും പ്രീമിയം ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് ജെനുവൻലി തോന്നും. സോ ഡിസൈൻ വൈസ് എനിക്ക് പറയാൻ പറ്റും ഇത് മാക്സിമം യൂണീക്കാണ് ബാക്കിയുള്ള കമ്പാരിസൺ വെച്ച് നോക്കുമ്പോഴല്ല. ബാക്കി എല്ലാവരും കോർണേർഡും റൗണ്ടഡ് ഡിസ്പ്ലേസും കാര്യങ്ങളും ഒക്കെ നോക്കുമ്പം ഇവർ സ്റ്റിക്കിംഗ് ടു ദ ബേസിക് സ്ക്രിപ്റ്റ്, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇച്ചിരി നല്ലോണം ചെയ്യാൻ നോക്കുന്നുണ്ട്. അതിൻ്റെ ഡിസ്പ്ലേനെ കുറിച്ച് പറയുമ്പോൾ ലെറ്റ് മീ ടെൽ യു, ഈ പ്രൈസ് റേഞ്ചിൽ കിടിലൻ ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ സൂപ്പർ ഡിസ്പ്ലേ. 120 Hz ആണ്, കാര്യങ്ങളും കളേഴ്സും പ്ലെൻറ്റി ബ്രൈറ്റ്നസ് ആണ്. 1300 nits പീക്ക് ബ്രൈറ്റ്നസ് ഉണ്ട്, HDR10+, അങ്ങനത്തെ എല്ലാ സർട്ടിഫിക്കേഷൻസും കാര്യങ്ങളും ഉള്ള ഒരു ക്ലീൻ ആൻഡ് നീറ്റ് ഡിസ്പ്ലേ. വൺ തിങ് എനിക്ക് പെക്യൂലിയർ ആയിട്ട് എൻ്റെ ഡിസ്പ്ലേ തോന്നിയെന്ന് നോക്കുമ്പം ഇതിൻ്റെ വൈറ്റ്സ് പ്രോപ്പർലി ഡെഡ് വൈറ്റ്സാണ്. ബ്ലൂയിഷ് ടിൻറ്റും ഇല്ല, ഒരു വോമിഷ് ടോണും ഇല്ല. സോ അതുകൊണ്ട് എനിക്ക് ക്ലിയർലി പറയാൻ പറ്റും ഇതിൻ്റെ ഡിസ്പ്ലേസ് ഒക്കെ കിടിലായിട്ട് കളർ കാലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഡിസ്പ്ലേ നമുക്ക് ഉപയോഗിക്കുമ്പോഴും എല്ലാം പറയാം. പിന്നെ ഇത്രയും പീക്ക് ബ്രൈറ്റ്നസ് ഉണ്ടെങ്കിലും ഞാൻ പൊതുവെ ബാക്കിയുള്ള ഫോൺസിൻ്റെയൊക്കെ ഞങ്ങൾ ട്രെൻഡ് വെച്ച് നോക്കിയപ്പോൾ ഫോൺ ഹൈ ബ്രൈറ്റ്നസ് ഇട്ട് നോക്കുമ്പോൾ നല്ലോണം ചൂടാവും. എനിക്ക് ആ ഫീലൊന്നും ഇവിടെ തോന്നിയില്ല. കുറച്ച് നേരം ഹൈ ബ്രൈറ്റ്നസ് ഇട്ട് ഞാൻ മനപ്പൂർവ്വം ഉപയോഗിക്കുമ്പോൾ പോലും ഈ ഡിസ്പ്ലേ ചൂടാവുന്നല്ലോ തോന്നിയില്ല. അതേപോലെ തന്നെ ബ്രൈറ്റ്നസ് കുറച്ചിടുമ്പോൾ ഇത് നല്ലോണം പ്ലെൻറ്റി കുറയുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ഡിസൈൻ ഡിസ്പ്ലേനെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് 5 വരും, LTP അതുപോലത്തെ വേൾഡ് സർട്ടിഫിക്കേഷൻസും റിഫ്രഷ് റേറ്റ് കാര്യങ്ങളൊന്നുമില്ല. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾക്ക് കിട്ടിയ ഒരു ഡിസ്പ്ലേ കിട്ടും, ബെസൽസ് ഒക്കെ അത്യാവശ്യം ചെറുത്. ആൻഡ് ഈ ഡിസ്പ്ലേ AD ചെയ്യുന്ന സ്പീക്കേഴ്സ് ആൻഡ് ഹാപ്റ്റിക് എഞ്ചിൻ സൂപ്പർ. ഹാപ്റ്റിക്കിനെ കുറിച്ച് എടുത്തു പറയണം, കാരണം ഈ പ്രൈസ് റേഞ്ചിൽ ഇത്രയും കിടിലം ഹാപ്റ്റിക്സ് എന്നുള്ള വേറെ ഫോൺ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എനിക്ക് മോട്ടോനെക്കാട്ടി എല്ലാത്തിനെക്കാട്ടിയും ഹാപ്റ്റിക്സ് ഇത് കിടിലമായിട്ട് തോന്നി. ഹാപ്റ്റിക്സിൻ്റെ സോഫ്റ്റ്വെയർ ഇംപ്ലിമെൻറ്റ് ചെയ്തേക്കുന്നത് അത്ര കിടിലമായിട്ട് തോന്നി. സോ ഹാപ്റ്റിക്സ്, സ്പീക്കേഴ്സ്, ഡിസ്പ്ലേ, ഡിസൈൻ കിടിലം, ഭയങ്കര യൂണീക്കായിട്ട് തന്നെ അവർ ചെയ്തേക്കുന്നത്. സിനിമ കാണാനും ഗെയിം കളിക്കാനും ഒക്കെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് നിങ്ങൾക്ക് നല്ല എൻജോയബിൾ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആൻഡ് ലെറ്റ്സ് ടോക്ക് അബൌട്ട് പെർഫോമൻസ് റൈറ്റ് നൗ. ഞാൻ തുടക്കത്തിലേ പറഞ്ഞായിരുന്നു ഗൈസ്, പെർഫോമൻസ് കാര്യത്തിലാണെങ്കിൽ നിങ്ങൾ മോൺസ്ട്രോസിറ്റി ഓഫ് ഗെയിമിങ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഈ ഫോൺ സ്കിപ്പ് ചെയ്യാൻ. പക്ഷേ ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ഇറ്റ്. ഡിമെൻസിറ്റിയുടെ 7200 സീരീസിൽ തന്നെ ഒരു പ്രോ വേരിയന്റ് ചിപ്സെറ്റ് എഴുതിയിരിക്കുന്നത്, പ്ലെൻറ്റി പവർഫുൾ 4 nm ആർക്കിടെക്ചറിലായി ചിപ്പ് കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത്. അതിൻ്റെ കൂടെ പോലെ എനിക്കൊന്ന് മാലിയുടെ MC4 എന്ന് പറഞ്ഞ സീരീസ് ഓഫ് GPU കിട്ടുന്നത്. ലെറ്റ്സ് സേ ഇത് അത്യാവശ്യം നല്ല പവർഫുൾ ഫോണാണ് ഈ പ്രൈസ് റേഞ്ചിൽ. ബാക്കിയുള്ള സ്നാപ്ഡ്രാഗണിൻ്റെ ചിപ്സെറ്റും ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മേ ബി ഇതിലൊരു അപ്പർ ഹെഡ്ജ് കാണും, ഈ ത്രോട്ടിലിങ്ങും കാര്യങ്ങളൊക്കെ ഫോൺ പുഷ് ചെയ്യുമ്പോഴൊക്കെ. അതേസമയം 4 nm ആയതുകൊണ്ട് തന്നെ ഹീറ്റിംഗ് കുറവാണ്, ഭയങ്കര പവർ എഫിഷ്യൻ്റ് ആണ്, അങ്ങനത്തെ ഒരുപാട് അഡ്വാൻറ്റേജസ് ഈ ചിപ്സെറ്റ് ഉണ്ട്. സോ ലെറ്റ് മീ ടെൽ യു ഔട്ട് ഫ്രണ്ട്, ഭയങ്കര പവർഫുൾ അല്ലെങ്കിൽ ഈ പ്രൈസിൽ ഇത് അത്യാവശ്യം പവർഫുൾ ആയിട്ടൊരു ചിപ്സെറ്റ് തന്നെയാണ്. നിങ്ങൾക്ക് ഗെയിം കളിക്കാനും ലൈറ്റ് കാഷ്വൽ മീഡിയ യൂസേജും ബ്രൗസിങ്ങും കാര്യങ്ങളും എല്ലാം നല്ല, അതിനോട് 12GB 8GB റാം വേരിയൻറ്റ് നിങ്ങൾക്ക് കിട്ടും. സോ പെർഫോമൻസ് ആയിട്ട് നമുക്ക് പ്യുവർലി പറയാൻ പറ്റും ഇതൊരു സേഫ് ബെറ്റാ. ആൻഡ് ഇത് ഇൻറ്റൻറ്റ് ചെയ്തേക്കുന്ന പ്യുവർലി ഗെയിമിംഗ് ഫോൺ ആയിട്ടില്ല, ഒരു മീഡിയം ടു റെഗുലർ അല്ലെ ഹെവി യൂസറിന് പറ്റും, പവർ യൂസറിനല്ല ഹെവി യൂസറിന് പറ്റുന്നൊരു ഫോണാണ്. കാരണം ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ബാറ്ററി ആൻഡ് തെർമൽസ് ആർ ഓൾസോ റിയലി ഗുഡ്. പ്ലാസ്റ്റിക് ബോഡി കൺസ്ട്രക്ഷൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് സ്ട്രൈറ്റ് അവേ പറയാൻ പറ്റും തെർമൽ ഹാൻഡ്ലിങ് അല്ലെ ചൂട് ഹാൻഡിൽ ചെയ്യുന്ന ഇച്ചിരി കൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നി. കാരണം കുറച്ച് നേരമൊക്കെ ഞാൻ ഉപയോഗിച്ചപ്പോൾ എനിക്ക് അത്ര വാമായിട്ട് പോലെ ഒന്നും തോന്നിയില്ല. ഇറ്റ് ഈസ് റൈറ്റ് ദെയർ. ആൻഡ് അതിൻ്റെ 5000 mAh ചെയ്യുന്ന ബാറ്ററീസ് പ്യുവർലി ബ്ലസ്. ജെന്യുവൻലി നിങ്ങൾ ലൈറ്റ് യൂസറാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 2 day ഫോൺ എന്നൊക്കെ വേണമെങ്കിൽ ക്ലെയിം ചെയ്യാൻ പറ്റും.
6+ hours അല്ലെ 6.5 hours സ്ക്രീൻ ടൈമൊക്കെ നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ ഫോൺ ഒട്ടും പുഷ് ചെയ്യുന്നില്ലെങ്കിൽ. അത് എനിക്ക് പെർഫോമൻസ് ബാറ്ററി തെർമൽസിനെ കുറിച്ച് പറയുള്ളൂ. അത്യാവശ്യം കേപ്പബിൾ ആയിട്ടൊരു ഫോണാണ്, വെരി ഗുഡ് തെർമൽസ്, അത്യാവശ്യം നല്ല തെർമൽസ് തന്നെ. ഭയങ്കരമായിട്ട് ഈ ഹീറ്റിംഗ് തിളച്ചതിനാണൊക്കെ എൻ്റെ എക്സ്പീരിയൻസ് ഇല്ല, കുറേ പേരൊക്കെ അതിനെക്കുറിച്ച് പറഞ്ഞെങ്കിലും പ്ലാസ്റ്റിക് ബോഡിയാണ് തന്നെ ഹീറ്റ് ഡിസിപ്പിയേഷൻ ബെറ്റർ ആണെന്ന് തോന്നി. ആൻഡ് ബാറ്ററി ലൈഫ് ഇസ് സൂപ്പർബ് ഗൈസ്, ജസ്റ്റ് സൂപ്പർബ്. 5000 mAh 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ട്. കീപ്പ് ഇൻ മൈൻഡ്, ഫാസ്റ്റ് ചാർജർ മേടിക്കാൻ നത്തിങ്ങിൻ്റെ തന്നെയാണ് ഇച്ചിരി എക്സ്പെൻസീവ്. ആസ് ഓഫ് റൈറ്റ് നൗ ബോക്സിൻ്റെ അല്ല വരുന്നത്. അതുകൊണ്ട് ഈ സെഗ്മെന്റിലും എനിക്ക് പറയുള്ളൂ അവർ സേഫ് ആയിട്ടാണ് ഇവിടെ കളിച്ചേക്കുന്നത്. നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഇച്ചിരി അൺസേഫ് ആയിട്ടുള്ള കാര്യം, അല്ലെങ്കിൽ സ്പൈസി കാര്യങ്ങൾ. ക്യാമറാസ്. ക്യാമറാസിനെ കുറിച്ച് ഞാൻ കൂടുതൽ നോക്കുമ്പോൾ എനിക്ക് അവരുടെ ഫിലോസഫി അണ്ടർസ്റ്റാൻഡ് ചെയ്യുക ഇച്ചിരി പാടായിട്ട് തോന്നി. ഒന്നാമത്തെ കാര്യം, എനിക്ക് നത്തിങ്ങിൻ്റെ പ്രോസസ്സിങ് ഇഷ്ടമില്ല. ഞാൻ ഐഫോണിൻ്റെ ഒക്കെ കണക്ക് എന്താ ഇച്ചിരി കൂടെ നാച്ചുറൽ ടു ഐസ് ഫോട്ടോസിനെ എനിക്ക് പ്രിഫർ ചെയ്യുന്നത്. ഓവറായിട്ട് HDR ഒക്കെ ബൂസ്റ്റ് ചെയ്ത് വെക്കുന്ന ആ ഒരു ഫീൽ എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ നത്തിങ് അത് തന്നെ ഇവിടെ പോയേക്കുന്നത്. ഇവരുടെ പ്രോസസ്സിങ് ഇസ് റിയലി ഹെവി, നല്ല ഹെവി ആയിട്ടുള്ള പ്രോസസ്സിങ്. HDR മാക്സിമം പുഷ് ചെയ്യാൻ നോക്കുന്നുണ്ട്, ഷാഡോസ് മാക്സിമം പുഷ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഹൈലൈറ്റ്സ് നമുക്ക് മനസ്സിലാവും. ഒരു ഫോട്ടോ എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ ഹൈലൈറ്റ്സ് ഇടിച്ച് താത്താനും നോക്കിയിട്ടുണ്ട്. ആ നാച്ചുറാലിറ്റി ഓഫ് എ ഫോട്ടോ അവർ കീപ്പ് ചെയ്യാൻ ഒരുപാട് ശ്രമിക്കുന്നില്ല. ആൻഡ് കോൺട്രാസ്റ്റ് ഓൺ പോയിന്റ് ആണ്. മിഡ് റേഞ്ചിലൊക്കെ അത്യാവശ്യം നല്ല കോൺട്രാസ്റ്റ് ഉണ്ട്. സാച്ചുറേഷൻ ഓൺ പോയിന്റ് അല്ലേ, ഇച്ചിരി കൂടുതലാണ് സാച്ചുറേറ്റഡ്. എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ സാംസങ്ങിൻ്റെ ഒക്കെ ആ സാച്ചുറേഷൻ കളർ പാലറ്റൊക്കെ എടുത്ത് പിക്സലിനെക്കാട്ടി ഇച്ചിരി ഒക്കെ കോൺട്രാസ്റ്റ് ഒക്കെ കൂട്ടി, അതേപോലെ തന്നെ ഭയങ്കരമായിട്ട് HDR ഒക്കെ ബൂസ്റ്റ് ചെയ്തൊരു ഫോണാണ്. ഐ എം നോട്ട് പെർട്ടിക്കുലർലി എ ഫാൻ ഓഫ് ഇതിൻ്റെ ക്യാമറ സിസ്റ്റം. കാരണം നേരത്തെ പറഞ്ഞ പോലെയാണ് പ്രോസസ്സിങ് ഇച്ചിരി ഓവർ ദ ടോപ്പ് ആയിട്ട് എനിക്ക് തോന്നി. പക്ഷേ ഡോണ്ട് ഗെറ്റ് മീ റോങ്, നല്ല ലൈറ്റിംഗ് കണ്ടീഷനൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നല്ല, ഇപ്പോൾ ഔട്ട്ഡോഴ്സിലൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒരു ഫോട്ടോ ഒക്കെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ HDR ഒക്കെ ഓൺ റൈറ്റ് പാത്ത് തന്നെ ആയിരിക്കും. ഫോൺ സ്ട്രഗിൾ ചെയ്യുന്ന ഇറഗുലർ അല്ലെ എന്താ പറയുന്നത്, ഇച്ചിരി കൂടെ അൺഎക്സ്പെക്റ്റഡ് ടൈപ്പ് ഓഫ് ലൈറ്റിംഗ് കണ്ടീഷൻസിലാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ജനലിൻ്റെ ഒക്കെ പടം എടുക്കുകയാണെങ്കിൽ, ജനലിൻ്റെ അകത്തൂടെ ഒക്കെ എടുക്കുകയാണെങ്കിൽ ഫോണിനെ എവിടെ ബൂസ്റ്റ് ചെയ്യണം എവിടെ കുറയ്ക്കണം എന്നൊക്കെ ചെറിയ ഡൗട്ട് തോന്നിയിട്ടുണ്ട്. അതേപോലെ തന്നെ ലോ ലൈറ്റ്സ് ഇറ്റ്സ് ഗുഡ്, ലോ ലൈറ്റിൽ ഇത് നല്ലതാണ്. 250 MP ക്യാമറാസ് തന്നെ കൊടുത്തുകൊണ്ട് വൈഡ് ആംഗിളും മെയിൻ ഷൂട്ടേഴ്സും നമുക്ക് കളർ സെപ്പറേഷൻ എന്ന് പറയുന്നത് പരിപാടിയില്ല. ടു ദ ഡോട്ട് അവരുടെ കളേഴ്സ് ഭയങ്കര എക്സാക്റ്റ് ആയിട്ട് തോന്നി. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വൈറ്റ് ബാലൻസ് എക്സാക്റ്റ് ആയിട്ട് തോന്നി, എക്സ്പോഷർ എക്സാക്റ്റ് ആയിട്ട് തോന്നി, കോൺട്രാസ്റ്റും എല്ലാം എക്സാക്റ്റ് ആയിട്ട് തോന്നി. ആൻഡ് നിങ്ങൾക്ക് വൈഡ് ആംഗിൾസിൻ്റെ ഫോട്ടോ എടുത്ത് എന്താ പറയുക സൂം ചെയ്ത് നോക്കുമ്പോൾ ഒരുപാട് ലോസ് ഇൻ ക്ലാരിറ്റി ഒന്നും തോന്നില്ല. ഇതിൻ്റെ വൈഡ് ആംഗിൾ ക്യാമറയ്ക്ക് നല്ല അപ്രീസിയേഷൻ കിട്ടണം. കാരണം 50 MP വൈഡ് ആംഗിൾ ക്യാമറ ഇസ് റിയലി ഗുഡ്, റിയലി യൂസബിൾ. ഇതിൻ്റെ കമ്പാരിസൺ വെച്ച് നോക്കുമ്പോൾ വേറെ കമ്പനീസിനൊക്കെ കാട്ടി ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് വൈഡ് ആംഗിൾ. ആൻഡ് ഇത് രണ്ടും കൂടെ ടുഗദർ വർക്ക് ചെയ്യുമ്പം ലെറ്റ്സ് എന്നെ സംബന്ധിച്ച് ഇത് കിട്ടില്ല ക്യാമറ അതിനെ ഇച്ചിരി കൂടെ അവരുടെ HDR പ്രോസസ്സിങ് കുറച്ചായിരുന്നെങ്കിൽ. ഡോണ്ട് ഗെറ്റ് മീ റോങ്, നല്ലൊരു ക്യാമറ സിസ്റ്റം തന്നെയാണ്. വീഡിയോയിൽ 4K 30 ഒക്കെ ഉണ്ട്, വീഡിയോ ഒക്കെ നല്ല സ്റ്റേബിൾ വീഡിയോസാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. പക്ഷേ അറ്റ് ദ എൻഡ് ഒരു ഡിജിറ്റലി പ്രോസസ്ഡ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ ഫോൺ ഓൾ അറൗണ്ട് ഫോട്ടോസിൽ എങ്ങനെയൊക്കെ ഹാൻഡിൽ ചെയ്യുന്നു ആ ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം നമുക്ക് വീഡിയോയിലും കാണാം. ഈ സിനിമാറ്റിക് ആക്കാൻ വേണ്ടി ഹൈലൈറ്റ് സ്മൂത്ത് ചെയ്യുന്ന കാര്യങ്ങളും എല്ലാം നമുക്ക് തോന്നുന്നുണ്ട്. പിന്നെ ലോ ലൈറ്റിലോട്ട് വരുമ്പോൾ എനിക്ക് വേറെ കാര്യം തോന്നി, ഹൈലൈറ്റ്സ് ചെറുതായിട്ടൊരു ടീൽ ടിൻറ്റ് കൊടുക്കുന്ന പോലെ തോന്നി. മേ ബി അതൊരു സിനിമാറ്റിക് അപ്രോച്ചിന് വേണ്ടി ആയിരിക്കാം. ബട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ലെറ്റ്സ് സേ എനിക്ക് ഒരുപാട് ക്യാമറാസ് ഉപയോഗിച്ച് എനിക്ക് നാച്ചുറൽ ടു ഐസ് ഉള്ള ക്യാമറാസ് ആയതുകൊണ്ട് ആയിരിക്കണം എനിക്ക് HDRും എൻ്റെ പ്രോസസ്സിംഗ് ഇച്ചിരി ഓവർ ദ ടോപ്പ് ആയിട്ട് തോന്നി. അല്ലാത്ത പക്ഷം എനിക്ക് തോന്നുന്നു കമ്പയറിങ് ടു അതർ ക്യാമറാസ് ഇറ്റ് ഈസ് ഗുഡ്. ഈ പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് ക്യാമറ ഷൂട്ടർ ആണോ എന്ന് വെച്ചാൽ അല്ലായിരിക്കാം. മേ ബി ഒരു ബ്ലൈൻഡ് ക്യാമറ ടെസ്റ്റ് നമുക്ക് ചെയ്യാം. പക്ഷെ റൈറ്റ് നൗ എനിക്ക് ഇവിടെയും ഇവരിത് സേഫ് ആയിട്ട് കളിച്ചല്ല തോന്നി. ഇറ്റ് ഈസ് റിയലി ഗുഡ് പാർ വിത്ത് അതർ ക്യാമറ. എല്ലാം ഇതുവരെ നമ്മൾ നോക്കുന്ന എല്ലാം ആവറേജ് ടു എബവ് ആവറേജ് നല്ല കാര്യങ്ങളാണ്. നമുക്ക് ഇനി ഇത്തിരി സ്പൈസി കാര്യത്തിലേക്ക് നോക്കാം. ദാറ്റ് ഈസ് ഡെഫിനറ്റ്ലി ദ സോഫ്റ്റ്വെയർ. ഗൈസ് സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് സോഫ്റ്റ്വെയറിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എനിക്കൊരു ഫിലോസഫീനെ കുറിച്ച് പറയാം. ഓൾ ത്രൂ ഔട്ട് ഫോണിൽ നമുക്കൊരു ക്ലീൻ, മിനിമൽ, സിമ്പിൾ ടു യൂസ്, ഈസി, സ്ട്രെയിറ്റ് ഫോർവേഡ് ഫിലോസഫി കാണാൻ പറ്റും. അത് തന്നെ ഇവരുടെ സോഫ്റ്റ്വെയറിലും കിടിലായിട്ട് കാണാൻ പറ്റും. ചില സ്ഥലങ്ങളിൽ ഉദ്ദേശിച്ച് എനിക്കറിയത്തില്ല, ഇവർ ഷട്ടർ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ബ്രൈറ്റ്നസ് ടോഗിൾ ചെയ്യുമ്പോൾ അവിടെ 3-4 ഒരുപാട് ഓവർദലേ അനിമേഷൻസ് വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അവർക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നി. ബട്ട് ഓൾ ഓവർ എനിക്ക് പറയാനുള്ളത് നത്തിങ്ങിൻ്റെ സോഫ്റ്റ്വെയർ സപ്പോർട്ടാണ്. അവരുടെ കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്കൊക്കെ അവർ ഹെവിലി എടുക്കും. ഒരു 500 പേര് വീണ്ടും കംപ്ലൈൻറ്റ് ചെയ്ത് അവർ ഉറപ്പായിട്ടും അതിൽ വർക്കൗട്ട് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ടീം സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സാണ് അവിടെ ഉള്ളത്. സോ നത്തിങ്ങിൻ്റെ സോഫ്റ്റ്വെയറിനെ കുറിച്ച് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് പറയാൻ ഒന്നുമില്ല. 4 years ഓഫ് സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് ആൻഡ് 3 years ഓഫ് വോയിസ് അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടും. ആൻഡ് ക്ലീൻ, മിനിമൽ UI. ഇതിൻ്റെ വിഡ്ജറ്റ്സ് ഒക്കെ ഭയങ്കര യൂണീക്കാണ്. നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ മനസ്സിലാവും ഇതിൻ്റെ വിഡ്ജറ്റ്സും അനിമേഷൻസും എല്ലാം സ്മൂത്ത്, യൂണീക്കാണ്. ആ 120 Hz ഡിസ്പ്ലേനെ മാക്സിമം യൂസ് ചെയ്യാൻ നോക്കുന്ന അനിമേഷൻസ് അവരുടെ ഫോണിലും UI ഇവർ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ നോക്കിയിട്ടുള്ള. ഐ ലവ് ഇറ്റ്.
ഐ ലവ് ദ സോഫ്റ്റ്വെയർ. ഇതിന് സോഫ്റ്റ്വെയർ മേ ബി വൺ റീസൺ ഞാൻ ഇത് ബാക്കിയുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യാൻ പോകുന്നത്. കാരണം ഇത് ഭയങ്കര കിടിലം സോഫ്റ്റ്വെയർ ആണെന്നൊന്നും പറയില്ല, ഇച്ചിരി കൂടെ റിഫൈൻഡ് ഒക്കെ ആവാനുണ്ട്. പക്ഷേ ഇറ്റ് ഈസ് ഫൺ ആൻഡ് സിമ്പിൾ. നമുക്ക് വീണ്ടും വീണ്ടും ഇത് ചുമ്മാ ഉപയോഗിച്ചുകൊണ്ടിരിക്കാൻ തോന്നുന്നു. ഇപ്പം വേറൊരു ആൻഡ്രോയിഡ് ക്ലീൻ യു ഐ ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതിലോട്ട് വരും ഭയങ്കര ഒരു ഡിഫറെൻറ്റ് അപ്രോച്ച് നമുക്ക് ഇതിന് മനസ്സിലാവും. അത് ഓൾ ദ വേ ഫ്രം വിഡ്ജറ്റ് ടോഗിൾ ചെയ്യുന്നതും അതും ഇതും ഒന്നും ത്രൂ ഔട്ട് ദ അനിമേഷൻസ് എല്ലാം നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. സോഫ്റ്റ്വെയറിനെ കുറിച്ച് എനിക്ക് വേർഡിക്റ്റ് ആയിട്ട് പറയാനുള്ളത് നത്തിങ്ങിൻ്റെ സോഫ്റ്റ്വെയർ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും ഒരു വർക്ക് ചെയ്യുന്നുള്ള ഗ്യാരണ്ടി നിങ്ങൾക്കുണ്ട്. രണ്ടാമത്തെ കാര്യം ഭയങ്കര സ്റ്റൈലിസ്റ്റിക് അപ്രോച്ച് ഓഫ് യു ഐ ആണ്. യു ഐ അവരുടെ ഒരു പെക്യൂലിയർ സ്റ്റൈലിസ്റ്റിക് അപ്രോച്ച്. ഇതേ സമയം എൻ്റെ വേറൊരു കൂട്ടുകാരൻ ഈ സോഫ്റ്റ്വെയറിൻ്റെ സ്റ്റൈലിസ്റ്റിക് അപ്രോച്ച് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് മേ ബി ട്രൈ ദിസ് ഫോർ യുവർ സെൽഫ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് മെജോറിറ്റി ഓഫ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടും എന്നാണ് എൻ്റെ വിശ്വാസം. ആൻഡ് സോഫ്റ്റ്വെയറിൽ വേറൊരു കാര്യം ഇൻറ്റഗ്രേറ്റ് ചെയ്തേക്കുന്നതാണ് ഗ്ലിഫ് ഇൻ്റർഫേസ്. ഗൈസ്, ഗ്ലിഫിനെ കുറിച്ച് നമുക്ക് വിളിച്ചിട്ട് സംസാരിക്കാനുണ്ട്. ഒന്നാമത്തെ കാര്യം, നത്തിങ് ഫോൺ 2ൽ എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും കൂടുതൽ ഗ്ലിഫ് ഞാൻ എൻ്റെ കൂട്ടുകാരൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നതെന്ന് പറയുമ്പോൾ ഫില്ലൈറ്റ് ആയിട്ടാണ്. എന്ന് പറയുമ്പോൾ ഫോട്ടോസ് എടുക്കുമ്പോൾ കറക്റ്റ് ലൈറ്റ് അത്യാവശ്യം പ്ലെൻറ്റി ബ്രൈറ്റ്സ്. പക്ഷേ ഈ വട്ടം ഒരുപാട് അവർ സ്ട്രിപ്പ് ഡൗൺ ചെയ്ത് വെറും 3 ലൈറ്റ് 4 ലൈറ്റിലേക്കാക്കി. അതിൽ നിന്ന് പ്രാക്ടിക്കാലിറ്റി എന്തോരം ബാധിച്ചിട്ടുണ്ടോയെന്ന് വെച്ചാൽ ഇതിനകത്ത് ഇപ്പോഴും ഒരുപാട് യൂസ് കേസസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, വോളിയം കൂട്ടുമ്പോഴും കുറയ്ക്കുമ്പോഴൊക്കെ നമുക്കറിയാൻ പറ്റും. രണ്ടാമത്തെ, ഈ മ്യൂട്ടൊക്കെ ആക്കുകയാണെങ്കിലും നമുക്ക് നോട്ടിഫിക്കേഷൻസ് വരുവാണെങ്കിൽ ഫോൺ ജസ്റ്റ് ഫ്ലാഷ് ചെയ്യും. സോ സൈലൻറ്റ് വെയിൽ നമുക്കത് അപ്രോച്ച് ചെയ്യും. 3, സ്വിഗ്ഗി കാര്യങ്ങളിലൊക്കെ ഭയങ്കരമായിട്ട് കിട്ടില്ല. 4, എന്താ പറയുക, ഈ പാട്ടൊക്കെ ഇടുമ്പോൾ അതിൻ്റെ കൂട്ടത്തിലൊക്കെ തുള്ളു. 5, ഓരോ ഇപ്പോൾ ഫ്രണ്ട് വിളിക്കുവാണെങ്കിൽ അവന് കസ്റ്റമൈസ് ചെയ്തൊരു റിംഗ് ട്യൂണും അതിനെ പറ്റിയൊരു സാധനങ്ങളും ഒക്കെ ചെയ്യാൻ പറ്റും. ബട്ട് ജെനുവിൻലി ഗൈസ്, ഞാൻ ഇതിനെ കൗണ്ടർ ചെയ്യാൻ 2 കാര്യം പറഞ്ഞോട്ടെ. ഫോൺ സൗണ്ടും കൂട്ടുന്നതും കുറയ്ക്കുന്നത് നിങ്ങളുടെ നാട്ടുകാരനെ കണ്ടിട്ട് വല്ല ഗുണമുണ്ടോ? ഫോൺ എന്തായാലും നിങ്ങൾ തിരിച്ചു വെച്ചിട്ടല്ലല്ലോ സൗണ്ട് കൂട്ടുന്നത് പറയുന്നത്. അതൊന്ന്. രണ്ടാമത്തെ സംഭവം എന്ന് പറഞ്ഞാൽ ചാർജ് ചെയ്യുമ്പം ഈ ഫോൺ വിളിക്കുക എത്ര % ചാർജ് ആയെന്ന് അറിയാൻ പറ്റും. ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ, ഫോൺ വിളിക്കുന്നതിനെക്കാട്ടി നല്ല എളുപ്പമല്ലേ എടുത്ത് നോക്കുന്നത്? ജസ്റ്റ് സെയിം. ഇതിനകത്ത് ഒരുപാട് ഗിമ്മിക്സ് ഉണ്ട് ഇതുപോലത്തെ. എനിക്കിപ്പോഴും തോന്നിയിട്ടുള്ള പ്രാക്ടിക്കാലിറ്റിയെക്കാട്ടിയും കൂടുതൽ ഗ്ലിഫിൻ്റെ ഫേസിൽ ഗിമ്മിക്സ് ഉണ്ടെന്ന്. ഞാൻ ഇപ്പോഴും ആ ഒരു കണ്ണിലൂടെ ഗ്ലിഫിൻ്റെ ഫേസിനെ കാണും. അതുകൊണ്ടായിരിക്കും ഞാൻ ഇത്ര ഹാർഷായിട്ട് സംസാരിക്കുന്നത്. മേ ബി. രണ്ടാമത്തെ വേറൊരു കാര്യം എന്ന് പറയുമ്പം പാട്ടൊക്കെ കേൾക്കുമ്പോൾ മറ്റേ ഗ്ലിഫൊക്കെ ഇഷ്ടമുള്ള ഇപ്പോൾ സ്പോട്ടിഫൈ കയറി ഒരു പാട്ടിട്ടാലും ശരി അതിൻ്റെ കണക്ക് ഇത് ഡാൻസ് കളിക്കാൻ തുള്ളുകയൊക്കെ ചെയ്യും. സോ വലിയതായിട്ടുള്ള യൂസർ ഗുണങ്ങളുണ്ടോ അതിൻ്റെ അടുത്ത് ചോദിക്കുമ്പോഴാണ് ഞാനിവിടെ പതരാൻ പോകുന്നത്. ഗ്ലിഫിന് കിടിലം ഒരു യൂസ് കേസ് ഞാൻ പറയാം. ഇപ്പോൾ ടൈമർ കാര്യങ്ങളൊക്കെ വെച്ചുവാണെങ്കിൽ അതിങ്ങനെ താന്ന് വരുമ്പോൾ അടിപൊളിയായിട്ട് കാണാൻ പറ്റും. സ്വിഗ്ഗിന്ന് ഓർഡർ ചെയ്യുകയാണെങ്കിൽ അത് എവിടെ എത്തിയെന്ന് അറിയാൻ പറ്റും. അപ്പോഴൊക്കെ നമ്മൾ ഫോൺ തല തിരിച്ച് വെക്കണം. അതും എനിക്ക് ഒട്ടും ശീലമില്ലാത്ത കാര്യം. ഞാനിപ്പോൾ എൻ്റെ ഫോണിൽ ഇങ്ങനെ തന്നെ വെക്കണേ. ആ ഒരു മസിൽ മെമ്മറി എന്നൊക്കെ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് വേണം ഇതിനകത്തോട്ട് പോകാൻ. അതുകൊണ്ട് ഗ്ലിഫാണ് ഈ ഫോണിനെ ശരിക്കും യൂണീക്ക് ആക്കുന്നത്. പക്ഷേ ഞാൻ സ്ട്രൈറ്റ് ഫോർവേഡ് ഒരു കാര്യം പറയാം, ഇതിനെ നിങ്ങൾക്ക് പ്രാക്ടിക്കാലിറ്റിയെക്കാട്ടിയും കൂടുതൽ പട്ടിഷോ കാണിക്കാനുള്ള ഓപ്ഷൻസ് ആയിട്ട് കിട്ടുന്നത്. അതെനിക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും. എൻ്റെ കൂട്ടുകാരൻ കുറേ നാളായിട്ട് ഈ ഫോൺ ഉപയോഗിക്കുക. അവൻ്റെ അടുത്ത് ഞാൻ ഗ്ലിഫിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചപ്പം അവനിങ്ങനെ പതറി ഞാൻ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് പറയാം. അവൻ ട്രൈ ഔട്ട്, അവൻ എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കുന്ന ഒരു രീതിയിലാണ് കണ്ടത്. പിന്നെ ജെനുവിൻലി അവന് 2-3 രീതി ഇപ്പം അവൻ എപ്പോഴും മ്യൂട്ട് ഇട്ടിട്ടാണ് ഫോൺ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് മീറ്റിങ്സിലൊക്കെ ആണെങ്കിൽ അങ്ങനെ ഫ്ലാഷ് നോട്ടിഫിക്കേഷനൊക്കെ കിട്ടുന്ന അവനെ സംബന്ധിച്ച് ഭയങ്കര വലിയ കാര്യമാണ്. അതുകൊണ്ട് അങ്ങനത്തെയൊക്കെ കുറേ ഗുണങ്ങളുണ്ട്. പക്ഷേ ഗ്ലിഫ് ഇൻ്റർഫേസിന് മാത്രം നിങ്ങൾക്ക് അതിൻ്റെ പ്രാക്ടിക്കാലിറ്റിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ യൂട്യൂബിൽ കേട്ട് വേറെ പൊക്കി നിങ്ങൾ മേടിക്കണമെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഗൈസ്, അതിനുവേണ്ടി മാത്രമായിട്ട് ഈ ഫോൺ മേടിച്ചാൽ നിങ്ങൾക്ക് കിട്ടില്ല പട്ടിഷോ കാണിക്കാൻ പറ്റും. പക്ഷേ വല്ലാതെ പ്രൊഡക്ടിവിറ്റി കാര്യങ്ങളൊന്നും നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യത്തില്ല. ഈ ഫോണിൻ്റെ വേർഡിക്റ്റ് എന്താ? ഈ ഫോൺ ആർക്കുള്ളയാ? നിങ്ങളിപ്പോൾ 25,000 രൂപ നിങ്ങളൊരു ഫോണിന് വേണ്ടി സ്പെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഓരോ കാലണയ്ക്കും പെർഫോമൻസും ബാറ്ററിയും ക്യാമറയും അതെല്ലാം കിട്ടി ഞാൻ അതെല്ലാം എക്സ്ട്രാക്ട് ചെയ്തൊരു പവർ അല്ലേ ഹെവി യൂസർ ആണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഈ ഫോൺ റെക്കമെൻഡ് ചെയ്യത്തില്ല. ഇത് അതർ സൈഡ് ഓഫ് ഓഡിയൻസിന് വേണ്ടിയുള്ള റിലാക്സ്ഡ് കാമായിട്ട് അത്യാവശ്യം മീഡിയോക്കർ യൂസ്. ഇപ്പം ഫോണൊക്കെ ഗെയിമൊന്നും കളിക്കാതെ ബ്രൗസൊക്കെ ചെയ്ത് എനിക്കിപ്പം ഭയങ്കര യൂസ് കേസൊന്നുമില്ല. അതേസമയം എനിക്കൊരു നല്ലൊരു സോളിഡ് ഫോൺ വേണം. എനിക്ക് യുണീക്ക് ആവണം. ഈ ബാക്കിയുള്ള ക്രൗഡിൽ നിന്നെല്ലാം സ്റ്റാൻഡ് ഔട്ട് ചെയ്യണം. പക്ഷേ അറ്റ് ദ സെയിം ടൈം ബാറ്ററി ലൈഫ് നല്ല വേണം, നല്ല പ്രോസസ്സർ വേണം, നല്ല ക്യാമറ വേണം, നല്ല സോഫ്റ്റ്വെയർ വേണം, ഇച്ചിരി യുണീക്ക് ആവണം. ആ ഒരു ഫിലോസഫി ഉള്ള ആൾക്കാർക്ക് ഇപ്പം എന്തെങ്കിലും പുതിയത് നിന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കണം. ആൻഡ് ഞാൻ കൊടുക്കുന്ന പൈസയ്ക്ക് എനിക്ക് ചെറിയ സാക്രിഫൈസസ് ഇൻ പെർഫോമൻസ്, ചെറിയ സാക്രിഫൈസസ് ഇൻ ക്യാമറ ക്വാളിറ്റി എല്ലാം സാരമില്ല. എനിക്കൊരു യുണീക്ക് സോളിഡ് പാക്കേജ് വേണം എന്നുള്ളവർക്കാണ് കറക്റ്റ് ഈ ഫോൺ ഞാൻ റെക്കമെൻഡ് ചെയ്യാൻ പോകുന്നത്. നത്തിങ് ഫോൺ 2A എന്ന് പറയുന്ന സാധനം ഞാൻ ഒരുപാട് പേർക്കൊന്നും റെക്കമെൻഡ് ചെയ്യത്തില്ല. പക്ഷേ നിങ്ങളിത് വാങ്ങിക്കണോ എന്നുള്ള ചോദ്യം നിങ്ങൾ തന്നെ ആൻസർ ചെയ്യുക. നിങ്ങൾ പവർ യൂസർ ഹെവി യൂസറാണെങ്കിൽ മാറി നിൽക്കുക. നിങ്ങളിപ്പോൾ പൈസ കൊടുക്കുന്ന ഓരോ കാലണയ്ക്കും പെർഫോമൻസും ബാറ്ററി ലൈഫും ക്യാമറയൊക്കെ എക്സ്ട്രാക്ട് ചെയ്ത് കമ്പാരിസൺ ഒക്കെ നടത്തി അത്ര വലിയ ടെക്നിക്കൽ ഗീക്കാണെങ്കിൽ ഞാൻ പറയും സ്കിപ്പ് ദിസ് വൺ. ഇത് നിങ്ങൾക്കുള്ളതല്ല.
ഇത് ഉള്ളതെന്ന് പറയുമ്പം മീഡിയോക്കർ യൂസേഴ്സിന് വേണ്ടി തന്നെ ഇത് ഫോക്കസ് ചെയ്തേക്കുന്നത്. മീഡിയോക്കർ യൂസേഴ്സിന് ക്രൗഡിൽ നിന്ന് സ്റ്റാൻഡ് ഔട്ട് ആവാൻ വേറെ ഓപ്ഷൻ ഒന്നും കറന്റ് ഇപ്പോൾ മാർക്കറ്റിൽ ഇല്ല. അവിടെയാണ് നത്തിങ് ഫോൺ 2A വന്നേക്കുന്നത്. ജെന്യുവൻലി ഗൈസ്, ഈ ഫോൺ എടുത്തിട്ട് ആരും റിഗ്രറ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. കാരണം ഇത് യുണീക്ക് പെർസ്പെക്റ്റീവ് നിങ്ങൾക്ക് തരും. അതേസമയം സ്ക്രീൻ ഓൺ ടൈമും കാര്യങ്ങളൊക്കെ കുറയ്ക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡിവൈസസ് തന്നെ. ടെക് മിനിമലിസം എന്ന് പറഞ്ഞൊരു ഫിലോസഫി നമ്മൾ ഈ ത്രൂ ഔട്ട് ദ ഫോൺ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അത് തന്നെ ദിസ് ഇസ് മൈ റിവ്യൂ ഗൈസ്. നത്തിങ് ഫോൺ 2 ഒരു സോളിഡ് പാക്കേജ് ആണ്. നിങ്ങൾക്കുള്ളതാണെന്ന് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കുക. മേ ബി നോട്ട് CE4 ആയിരിക്കാം നിങ്ങൾക്ക് ഇച്ചിരി കൂടെ അപ്പീലിങ്. കാരണം കൊടുക്കുന്ന പൈസയ്ക്ക് ഇച്ചിരി കൂടെ നിങ്ങൾക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഡിവൈസ് അതാണ്. ദാറ്റ് ഇസ് ഇറ്റ് ഗൈസ്. ഇറ്റ്സ് ഫ്രീ. ലവ് യു.